നീ വകുപ്പ് വല്ലതും തപ്പിക്കൊണ്ടിരിക്കുകയാണോ? ഇതിനൊരു പരിഹാരം കാണുമല്ലോ. ഋഷിയാണെങ്കിൽ വാശിയില്ല. അവൻ പറയുന്നത് കേട്ടാ അവന്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റൂന്ന ഋതുപിള്ളയും പറയുന്നത്. ഈ പെണ്ണെന്താണോ ഇങ്ങനെ ആയിപ്പോയത്? ഇതിനു വേണ്ടി നീ ഇനി തല പുകഞ്ഞ് നിയമമൊന്നും പഠിച്ചെടുക്കാൻ നിൽക്കണ്ട. പിന്നെ പല്ലവി അനന്തനോട് അല്പം അടുത്ത് നിൽക്കുന്നത് നമുക്ക് ഏതായാലും നല്ലതാ. അവന്റെ കയ്യിലേ എന്തോ ഒരു പ്രൂഫ് ഉണ്ടെന്നല്ലേ അന്ന് ഇവിടെ കയറി വന്നപ്പം പറഞ്ഞത്. എന്ത് പ്രൂഫ്? ആ പെണ്ണിന്റെ ഓ, പ്രിയയുടെ കേസ് ഒതുക്കിയ കാര്യം. അതൊക്കെ വെറും വരട്ടാണെന്നേ. ഞാനും അങ്ങനെയാ കരുതിയത്. അവനിവിടെ വന്ന് താമസിക്കാൻ ധൈര്യം കാണിച്ചെങ്കിൽ അവനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മോളെ, നമുക്കൊരു ഓട്ടോ പിടിച്ച് പാർട്ടി ഓഫീസിലോട്ട് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് സെക്രട്ടറിയിലോട്ട് പോകാം. അയ്യോ, അതൊന്നും വേണ്ട. നമുക്ക് ആ സെക്രട്ടറിയേറ്റിന് അടുത്ത് ഏതെങ്കിലും ലോഡ്ജിലോ ഹോട്ടലിലോ റൂം എടുത്ത് റിഫ്രഷ് ആയാൽ മതി. 11:30 സിഎമ്മിനെ കാണാനുള്ളതാ. വാ മോളെ. എത്രേ? 30. വാ മോളെ. വാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ബെല്ലടിച്ചാൽ മതി കേട്ടാ. അതെ, ഇവിടെ കഴിക്കാൻ എന്തോ കിട്ടും? ഇവിടെ ഹോട്ടലൊന്നുമില്ല. മുന്നിലൊരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചു തരാം. എന്തോ വേണ്ടത്? മോളെ, കഴിക്കാൻ എന്താ വേണ്ടേ? എനിക്കൊരു ചായ മാത്രം മതി. ഞാൻ ഫുഡ് പിന്നെ കഴിച്ചോളാം. അപ്പാപ്പന് വേണ്ടത് പുറത്തു പോയി കഴിച്ചിട്ട് വരൂ. അത് വേണ്ട, നമുക്ക് കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ ഇങ്ങോട്ട് വരുത്താം. മോളെ, പൈസ ഇങ്ങനെ തന്നേ. കൊച്ചപ്പ, എനിക്കൊരു കുപ്പി വെള്ളം വേണം കുടിക്കാൻ. എന്നാ പിടിച്ചോ. ഒരു കുപ്പി വെള്ളം കൂടെ വേണേ. ചായയുടെ കാര്യം മറക്കല്ലേ. ഓ, ശരി 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 ശരി. ഹലോ. സർ, ഞാനിവിടെ എത്തി സർ. ഓക്കെ, ഒരു 11 മണിക്ക് ഓഫീസിന് മുന്നിൽ എത്തിയാൽ മതി. ഞാനിപ്പോൾ റഹീമിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. താങ്ക് യു സർ. സർ, ഞാൻ സീമനോട് വേറെ എന്തെങ്കിലും പറയേണ്ടുണ്ടോ? ഒന്നും വേണ്ട, എല്ലാം പരാതിയിലുണ്ടല്ലോ. ചോദിക്കുന്നതിന് ആൻസർ കൊടുത്താൽ മതി. അതും സത്യസന്ധമായി, അത്രേ ഉള്ളൂ. ഓക്കെ സർ. പിന്നെ ആൻസി, സിഎമ്മിനെ കാണുന്നവർ മീഡിയ എങ്ങനെ അറിഞ്ഞിട്ടുണ്ട്? വനിതാ കമ്മീഷനിൽ ആൻസി ഒരു പരാതി കൊടുത്തിരുന്നല്ലോ. മീഡിയ അവിടെ നിന്നായിരിക്കും അറിഞ്ഞത്. സാറിന് ഇത് കുഴപ്പമോ? ഏയ്, ഒരു കുഴപ്പമില്ല. മീഡിയ അറിയട്ടെ, അതാണ് നമ്മുടെ കേസിനൊരു ബലവും. വണ്ടി ഞാൻ വരുമ്പോഴേ ഇവിടെ ഒന്നുമില്ല. ഇറങ്ങുമോ? പൈസ കൊടുക്കുമോളെ. എത്രയായി? 30. വാ മോളെ, വാ മോളെ, വാ വാ. കണ്ണൂരെ പ്രോഗ്രാം 12-ാം തീയതി കഴിഞ്ഞിട്ടാണല്ലേടോ? അതെ അതെ, കേന്ദ്ര കമ്മിറ്റിയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ടൈം ഇനി മാറ്റണ്ട. അതൊക്കെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കേ. ഫയൽ പോയിട്ടില്ല. ഈ ഇഷ്യൂസൊക്കെ എന്റെ മുന്നിൽ വന്നാൽ എങ്ങനാ? ശരി ശരി, ഓക്കെ. ക്യാബിനറ്റ് നാളെയാണോ? മറ്റന്നാളാണ് സർ, വ്യാഴാഴ്ച 8-ാം തീയതി. അസംബ്ലി നെക്സ്റ്റ് ഡേയാ, ഫ്രൈഡേ. DGP ആയിട്ടുള്ള മീറ്റിംഗ് എത്ര മണിക്കാണ് വെച്ചിരിക്കുന്നത്? അത് ഫസ്റ്റ് വെച്ചിട്ടുണ്ട് സർ. വരാൻ പറയൂ. വേറെ 1-2 ചെറിയ മീറ്റിങ്ങുകൾ കൂടിയുണ്ട്. എന്താ അത്? ഒരു ആൻസി വർഗീസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്യൂസ് ആയില്ലേ, അവര് കംപ്ലൈന്റ് തരാൻ. എവിടെന്നാ? കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നാ. അത് ജില്ലാ പോലീസ് കൊടുത്താൽ പോരെ? അത് നേരിട്ട് തരണമെന്നാ പറയുന്നേ. വേറെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. എന്നാ അവരെ വിളിക്കും. ഓക്കെ സർ.
സർ, ആൻസി വർഗീസ്. ഇരിക്കൂ. സ്റ്റേഷനിൽ ഇതിനു മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടോ? ആ, ഞാൻ സൈബർ സെല്ലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പ്രൊസീഡ് ചെയ്തില്ലേ? സർ, അത് DYSP സനൽകുമാർ സാർ അന്വേഷണ ഉദ്യോഗസ്ഥനെ സെക്ഷനിൽ നിന്ന് മാറ്റിയിരുന്നു. പിന്നീട് അത് പ്രൊസീഡ് ചെയ്തില്ലേ? അത് ജെന്യൂൻ മാറ്ററായിട്ട് തോന്നിയിട്ടില്ലെന്നാ DYSPയുടെ അന്വേഷണത്തിൽ നിന്ന് പറഞ്ഞത്. അങ്ങനെയല്ല സർ, അങ്ങനെയല്ല. ഈ എഴുതി പിടിപ്പിച്ചതൊക്കെ സത്യം തന്നെയാണോ? അതെ സർ. ഏതെങ്കിലും വക്കീല് പറഞ്ഞ കേട്ട് എഴുതി വെച്ചതൊന്നുമല്ല. അല്ല, ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് സർ. വേറെ എവിടെയും നീതി കിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴാണ് ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് വന്നത്. സത്യമായിട്ടും ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ് സർ. DGP കണ്ടോ? ആ, കണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യ്, പുറത്തിരിക്കും, വിളിക്കാം. സർ, താങ്ക് യു സർ. DGP ഇന്നലത്തെ പ്രൈം ന്യൂസ് കണ്ടിരുന്നോ? കണ്ടിരുന്നു സർ. അത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പ്രതിപക്ഷം അങ്ങ് അടിച്ചേൽപ്പിക്കുക ജനത്തെ. അതിപ്പോ കണ്ണൂർ പ്രദേശത്ത് ബൗണ്ടറി ഡിസ്പ്യൂട്ട് മൂലം ഉണ്ടാകുന്ന കൊലപാതകമാണെങ്കിലും പൊളിറ്റിക്കലായി മാറുമല്ലോ. അല്ലെങ്കിൽ മാറ്റുമല്ലോ. പ്രതിപക്ഷം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ? ഷുവർ സർ. പിന്നെ ഈ ആൻസി വർഗീസ് കേസ് എന്താണ്? അവര് പുറത്തിരിപ്പുണ്ടല്ലോ സർ. ഉണ്ട്. ജെനുവിനാണോ അത്? അവരിതിൽ പറയുന്നത് കൃത്രിമമായിട്ട് ആരോ സൃഷ്ടിച്ച വീഡിയോ ആണെന്നാണ്. ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട്. അതൊന്ന് നോക്കിയേക്ക്. സർ, അവരെന്നെ കാണാൻ വന്നിരുന്നു. കോപ്പി ഞാൻ നോക്കിയതുവാ. എന്തു തോന്നുന്നു? വീഡിയോ ഒറിജിനലാണോ അതോ ക്രിയേറ്റ് ചെയ്താണോ എന്ന് തെളിയിക്കാതെ നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് സൈബർ സെല്ലിൽ പോയതാണെന്നും പറയുന്നുണ്ട്. അതെ സർ. എന്നിട്ട് എന്തു പറ്റി? അന്വേഷണം പെൻഡിങ്ങിലാണ് സർ. വീഡിയോ ക്ലാരിഫൈ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ആ ലൂപ്പ് ഹോൾ അവർ പ്രയോജനപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോ, അവരൊന്ന് വിളിക്ക്. ശരി സർ. അവർ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? ജെന്യുവിനാകാനാണ് സാധ്യത. ഇല്ലെങ്കിൽ ഇത്രയൊക്കെ പാടുപെട്ട ഒരു സ്ത്രീ ഇതിന് പുറകെ നടക്കില്ലല്ലോ. അതെ അതെ, ശരിയാണ്. സർ, ആൻസി ഇരിക്കൂ. അയ്യോ സർ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കൂ. താങ്ക് യു. ഇതിലിപ്പോ ഈ വീഡിയോയുടെ നിജസ്ഥിതി പുറത്തു വരാതെ നിയമപരമായി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് വാസ്തവം. പിന്നെ സൈബർ സെൽ അന്വേഷണം ശരിയായ രീതിയിലല്ല, അല്ലെങ്കിൽ അവരത് അന്വേഷിക്കുന്നില്ല എന്നും ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് അവർ പറഞ്ഞോ? ഇല്ല സർ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനെ അതിൽ നിന്ന് മാറ്റിയതായിട്ട് ഞാൻ അറിഞ്ഞു. പിന്നീട് ഞാൻ ചെല്ലുമ്പോഴൊക്കെ സാർ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ സത്യാവസ്ഥ ആയിട്ടില്ലെന്ന് അവർ പിന്നെയും പറയുന്നത്. എത്ര സമയമെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനാ അത്ര തിടുക്കം കാണിക്കുന്നത്? ഇതിന് കുറച്ച് കാലതാമസമുണ്ട്. അതുവരെ ഒന്ന് ക്ഷമിച്ചൂടെ? ഓക്കെ സർ. സോറി. ക്ഷമിക്കണം.
ഞാൻ ഈ പറയാൻ പോകുന്നത് എന്തെങ്കിലും കൂടി പോവുകയാണെങ്കിൽ സാറിനോട് ക്ഷമിക്കണം. ഞാൻ ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നതെല്ലാം സത്യമാണ് സാർ. എനിക്ക് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പള്ളിയിലോ അമ്പലത്തിലോ പോകാൻ പറ്റുന്നില്ല. എന്തിന് എങ്ങോട്ടും പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ വിളിക്കാൻ കൂടെ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ പിള്ളേരുടെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ആയിരുന്നു, അതിനു കൂടെ പോകാൻ പറ്റിയില്ല. സാറിൻ്റെ ഈ ഓഫീസിലേക്ക് വരുമ്പോഴും എവിടെയും എല്ലായിടത്തും ഈ നോട്ടങ്ങളാ. ഇതൊക്കെ ഞാൻ എങ്ങനെ ക്ഷമിക്കണമെന്നാണ് സാറ് പറയുന്നത്. ഇതൊക്കെ ക്ഷമിക്കാൻ എനിക്കെന്നല്ല, എന്നെ പോലെയുള്ള ഒരു സാധാരണ സ്ത്രീക്കും പറ്റില്ല. സാറ് പറയുന്ന പോലെ ഞാൻ ചിലപ്പോൾ സഹിക്കണമായിരിക്കുമല്ലേ? സഹിച്ചോളാം സാർ, ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം. സോറി. ആൻസി അവിടെ ഇരിക്കൂ. നിങ്ങളുടെ വാക്കുകളിലെ സത്യസന്ധത മുഖവിലേക്ക് എടുക്കുന്നു. ഉടനെ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കും. DGP, ക്യാരി ഓൺ. സാർ, നന്ദിയുണ്ട് സാർ. താങ്ക് യു. സാർ, ഈ വീഡിയോ റിസൾട്ടിന് വേണ്ടി കാക്കണ്ട. ഇതിൽ പറഞ്ഞിരിക്കുന്ന പേരുകാരെ വിളിച്ച് ശരിയായിട്ടൊന്ന് ചോദ്യം ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. CI രാജ്മോഹൻ ഏതാണ്ട് ആ സ്റ്റേജിലെത്തിയപ്പോഴാണ് അയാളെ മാറ്റിയത്. ദർ വാസ് പൊളിറ്റിക്കൽ പ്രഷർ. ആ പ്രഷറും ഗുലുമാലികളും ഒക്കെ ഉണ്ടാവും. DGP അതൊന്നും നോക്കണ്ട, അയാൾ തന്നെ അന്വേഷിക്കട്ടെ. ഇതിനൊക്കെ ഒരു അറുതി എപ്പോഴെങ്കിലും ഉണ്ടാവണമല്ലോ. ഇതെന്റെ ഓർഡറാണ്. സാർ, മോളെ, മുഖ്യൻ എന്ത് പറഞ്ഞു? സങ്കടം വന്നത് മോക്കാന്നോ മുഖ്യനാണോ? എന്റെ കൊച്ചപ്പ, ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പോവാം. കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ അപൂർവമായ ഒരു രംഗത്തിനാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മാഡം, ഫേസ് ക്ലിയർ ആക്കണോ? അല്ല, വേണ്ട. എന്തിനത്? ബ്ലർ ഒന്നും ചെയ്യണ്ട, എന്റെ മുഖം കാണിക്കാം. നിങ്ങൾ എന്നോട് എന്താ ചോദിച്ചോളൂ. ഞാൻ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നിരിക്കുന്നത്. എന്റെ മുഖമൊന്നും മറക്കണ്ട. എന്നെ ദയവ് ചെയ്ത് നിങ്ങളെ ഇരിയെന്നുള്ള വിളിപ്പേരിട്ട് വിളിക്കരുത്. അതെ, ഈ ധൈര്യത്തിന്, താൻ തെറ്റുകാരിയല്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പിൻബലത്തിന് നമുക്ക് നൽകാം സ്ത്രീ സമൂഹത്തിന്റെ ഒരു സല്യൂട്ട്. താങ്ക് യു. മാഡം, CMന്റെ ഫസ്റ്റ് റെസ്പോൺസ് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്താണ് CMന്റെ നിലപാട്? ഈ സർക്കാർ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു. അപ്പോൾ ഈ കേസും അന്വേഷണവും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തുമെന്നാണ് മുഖ്യമന്ത്രി എനിക്ക് വാക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ വിശ്വസിക്കുന്നു, ബഹുമാനിക്കുന്നു. ഈ വീഡിയോ കൃത്രിമമാണെന്ന് മുഖ്യമന്ത്രി വിശ്വസിച്ചു എന്നാണോ അതിനർത്ഥം? അയ്യോ, അങ്ങനെ ഞാൻ എങ്ങനെ പറയാ? അതൊക്കെ സൈബർ സെൽ തെളിയിക്കേണ്ട കാര്യങ്ങളല്ലേ. ഞാൻ കേസ് കൊടുത്തിരിക്കുന്നു. പ്രതികൾ എന്ന് പറയുന്നത് മാഡത്തിന്റെ തന്നെ അടുത്ത ബന്ധുക്കളാണെന്നൊരു അഭ്യൂഹം ഉണ്ടല്ലോ. അങ്ങനെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഞാൻ സൈബർ സെല്ലിനുള്ള പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ CMന്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. മാഡത്തിന്റെ ബന്ധുക്കളാണോ അതോ ഹസ്ബൻഡിന്റെ ബന്ധുക്കളാണോ? എന്റെ ആയാലും അദ്ദേഹത്തിന്റെ ആയാലും അവരൊന്നും ഇപ്പോൾ ബന്ധുക്കളെ പോലെ അല്ല പെരുമാറുന്നത്, ശത്രുക്കളെ പോലെയാ. സാധാരണ സ്ത്രീകൾ കാണിക്കാത്ത ഈ ധൈര്യത്തിന് മേഡത്തിന് എന്താണ് പ്രചോദനം? ഹസ്ബൻഡ് ഈ കാര്യത്തിൽ മേഡത്തിന് സപ്പോർട്ടാണോ? അനന്തുവിന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എന്റെ കൈത്താങ്ങായിട്ട് നിന്ന ആളാണ്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്തിരിക്കുന്ന മനുഷ്യനാണ്. ഇപ്പൊ ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു കേസ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിന്നു. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നു അദ്ദേഹം തന്നെയാണ്. എന്നിട്ടിപ്പോ കൂടെ വരാൻ എന്താ അദ്ദേഹം തയ്യാറാകാതിരുന്നത്? അത് അനന്തു ഇന്ന് പ്രൊജക്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ബോംബെക്ക് പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് തരാനായിട്ട് ഇവിടെ അദ്ദേഹം ഉണ്ടാവുമായിരുന്നു. നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ എന്നാ പോട്ടെ. താങ്ക് യു മാഡം.
ആ ഋതു ഇല്ലില്ല, വീട്ടിലുണ്ട്. ആ പല്ലവിയുണ്ട്. ടി വി ന്യൂസോ? ഇല്ല, കണ്ടില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തികൾക്കല്ലെന്നും പാർട്ടി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും എന്താ നിങ്ങളിങ്ങ് വന്നേ. എന്ത്? മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വ്യാജ അശ്ലീല വീഡിയോ തന്റേതല്ലെന്ന നിലപാടിൽ ഉറച്ച് ആൻസി വർഗീസ്. കേസിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ തനിക്കുണ്ടെന്നും ആൻസി പറഞ്ഞു. ഈ സർക്കാർ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു. അപ്പോൾ ഈ കേസും അന്വേഷണവും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തുമെന്നാണ് മുഖ്യമന്ത്രി എനിക്ക് വാക്ക് നൽകിയിരിക്കുന്നത്. തനിക്ക് സമാധാനമായി ജീവിക്കാനുള്ള ചുറ്റുപാട് നിലവിലില്ലെന്നും കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ആൻസി പറഞ്ഞു. വീഡിയോ പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട് ചില ബന്ധുക്കളെ സംശയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിനെ ധരിപ്പിച്ചു. സ്ത്രീ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്ന സർക്കാർ തനിക്ക് നീതി ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആൻസി വർഗീസ് പറഞ്ഞു. എന്നാൽ പരാതി നൽകാൻ ആൻസിയും അടുത്തൊരു ബന്ധുവും മാത്രമാണ് എത്തിയത്. ഭർത്താവും പ്രശസ്ത ഛായാഗ്രാഹകനുമായ അനന്തൻ തന്റെ പുതിയ സിനിമയുടെ തിരക്കുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ ഉള്ളതിനാലാണ് എത്താത്തതെന്നും ആൻസി പറഞ്ഞു. ഇതിപ്പോ നാണക്കേടായല്ലോ ചിത്രേ. ഇനി നാട്ടുകാരോടെന്ത് പറയും? ഏതായാലും അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. വരട്ടെ, കാണിച്ചു കൊടുക്കാം. മനുഷ്യ, ഇപ്പൊ അതൊന്നും അല്ല പ്രശ്നം. പിന്നെ ആ CM റീ എൻക്വയറി ആവശ്യപ്പെട്ടാലോ? അതൊന്നും ആലോചിക്കേ. ആ സുദീപ്, ആ അതെ അതെ, സെയിം ആൻസി. ആ റിലേഷൻ മനസ്സിലായില്ലേ? എൻ്റെ കുഞ്ഞമ്മയാണ്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് ഹർ. ഇറ്റ്സ് എ ബ്രേവ് മൂമെന്റ്. ആ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. ഡീ, നീ കണ്ടില്ലേ നിന്റെ മറ്റവളുടെ ഒരു പത്രസമ്മേളനം? അവളുടെ ഒരു ബ്രേവ് മൂവ്മെന്റ്. ഇത് ബ്രേവ് മൂവ്മെന്റ് തന്നെയാ മമ്മി. ഇത് ആർക്കും സംഭവിക്കാം. മമ്മിക്ക് സംഭവിക്കാം. മമ്മി ഡെയിലി എത്ര സെൽഫി എടുക്കുന്നേ. ഇതൊന്നും ഡിലീറ്റ് ചെയ്താൽ പോലും ഇന്റേണൽ സ്റ്റോറേജ് ഒന്നും പോവില്ല. ഒന്ന് റിപ്പയർ ചെയ്യാൻ കൊടുത്തു നോക്ക്. അപ്പൊ അറിയാം ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആർക്കാ പോകുന്ന, അവരെന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവൈവ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇതൊരു ബ്രേവ് മൊമെന്റ് തന്നെയാണ്. ആ, അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവളുടെ ബന്ധുക്കളെ ഇതൊക്കെ ചെയ്യിച്ചതെന്ന്. നാണം കെട്ടവള്. ഞങ്ങളുടെ ജീവിതം വെച്ചിട്ടാ അവളുടെ ഒരു പ്രൗഡ് കളി. ആൻസി കുഞ്ഞമ്മ അങ്ങനെ പറഞ്ഞോ? ബന്ധുക്കൾ എന്ന് പറയുമ്പോ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? ആൻസി കുഞ്ഞമ്മയ്ക്കും ഇഷ്ടം പോലെ ബന്ധുക്കളുണ്ട്. അവള് ലക്ഷ്യം വെക്കുന്നതേ നിന്റെ പപ്പയും മമ്മിയാ. അതാദ്യം മനസ്സിലാക്ക്. നിന്റെ ജീവിതം തട്ടി കളിക്കുന്നേ. എനിക്ക് മനസ്സിലാവുന്നില്ല പപ്പ. അല്ലെങ്കിലും എനിക്ക് മനസ്സിലാവാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ടല്ലോ. എടി, അതുകൊണ്ടാ ഞങ്ങൾ നിന്നോട് പറയുന്നത് അവളുടെ പക്ഷം പിടിക്കരുതെന്ന്. അനന്തന്റെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോ അവൾ പോകുന്ന കണ്ടോ? അവൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ. അനുഭവിച്ചാലേ പഠിക്കുന്നു. വാശി പിടിക്കില്ലേ പല്ലവി? ഓരോന്ന് വരുമ്പോഴേ എല്ലാരും പഠിക്കത്തുള്ളൂ. എത്രയായി? 50. മോളെ, പൈസ ഞാൻ കൊടുത്തേ. എന്തോ പന്തികേടുണ്ടല്ലോ മോളെ. ആ, നടക്ക്. ആൻസി മോളെ, എന്നാ പിന്നെ ഞാൻ ആ കൊടുവള്ളിയുടെ വീട്ടിൽ പോയി പിള്ളേരെയും വിളിച്ചോണ്ടെങ്കിൽ വരാം. വേണ്ട, അവരിന്ന് അവിടെ നിൽക്കുന്നേ. കൊച്ചപ്പമ്പ. ആ ആ ടി വി കണ്ടായിരുന്നോ? ന്യൂസൊക്കെ വന്ന് വെച്ച് കാണ്. ഞങ്ങളെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് വരിക. നുണയല്ല, പത്രക്കാരെല്ലാം കൂടെ ഞങ്ങളെ അങ്ങ് പൊതിഞ്ഞില്ലയോ? ടി വിയിൽ വിശദമായിട്ട് കാണാം. ആ അതെ, കാണണേ. ഇനി ഒരു മാസത്തേക്ക് ഭയങ്കര ചർച്ചയായിരിക്കും. വനിതാ കമ്മീഷന്മാരെ എന്നെ വിളിക്കുന്നോണ്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിനകത്ത് വെച്ചിരിക്കുക. ആ വരിക വരിക. നിക്കടെ അവിടെ. ഞങ്ങള് കുടുംബക്കാരെ ഉടലോടെ നാറ്റിച്ചിട്ട് നീ ഇവിടെ കയറി പൊറുക്കാന്ന് വിചാരിക്കണ്ട. നീ മുഖ്യമന്ത്രിയുടെ മുമ്പിലും DGPയുടെ മുമ്പിലും പത്രക്കാരുടെ മുമ്പിലും ഞങ്ങളെ ആക്ഷേപിച്ച് പറഞ്ഞല്ലോ. നാട്ടുകാരുടെ മുമ്പിൽ തുണി ഉരിഞ്ഞ് നടന്ന നീ കാരണം ഞങ്ങളിപ്പോ തലയെ മുണ്ടിട്ട് നടക്കുക. എത്ര ഫോണായി ഇവക്ക് വരുന്നറിയോ? ചെറുപ്പക്കാര് പിള്ളേര്. ഫാഷൻ റാണി ആൻസി വർഗീസിന്റെ വീടും അന്വേഷിച്ച് നീ മുഖ്യമന്ത്രിയുടെ നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളുടെ വിലാസം കൊടുത്ത് ഞെളിയണ്ടടി. ഇപ്പൊ ഈ നിമിഷം ഇറങ്ങണം. ഇന്ന് നിങ്ങളങ്ങ് പറയുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റുമോ? എന്നെ ഇവിടെ കൊണ്ടു നിർത്തിയത് എന്റെ ഭർത്താവാ. ഇത് ഞങ്ങളുടെ വാടക വീടൊന്നും അല്ലല്ലോ, അദ്ദേഹത്തിന്റെ സ്വന്തം വീടല്ലേ. എന്റെ മോളെ ഇവിടെ കഴിയേണ്ടവളാ, മരുമോളായിട്ട് ഇവിടെ വാഴേണ്ടവളാ അവള്. എന്നിട്ട് എന്താ വാഴിക്കാഞ്ഞേ? മുഖ്യമന്ത്രിയെ ആൾക്കാരെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. എടി, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനേ മുഖ്യമന്ത്രിക്കും DGPക്കും പറ്റും. പക്ഷേ
ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ ഒരു മന്ത്രിയും ഒരു തീരുമാനം എടുക്കത്തില്ല. ഞങ്ങളും കൂടി തീരുമാനിക്കണം. എനിക്കറിയാം. എന്നെ എന്റെ ഭർത്താവിനെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഭർത്താവിനും അറിയാം. ഞങ്ങളെ പോകേണ്ട വഴി തന്നെയാ പോകുന്നത്. ഈ മുഖ്യമന്ത്രിക്കും DGPക്കൊക്കെ മേളിലെ ഒരു കോടതിയുണ്ട്, പരമോന്നത കോടതി. അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇനി ആ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. എന്റെ ഭർത്താവിന്റെ കൂടെയുള്ളിടത്തോളം ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. കേട്ടല്ലോ, കൊച്ചപ്പ. പോലീസും മന്ത്രിയും കോടതിയും ഒക്കെ ഒരു പെണ്ണ് വരച്ച വരെ നിൽക്കുമെന്ന് മനസ്സിലായല്ലോ. അത് ഞങ്ങൾക്കറിയാം. ഒരു പെണ്ണു വരച്ച വരയിലെ ഒരു ഗവൺമെന്റ് തന്നെ വീണ ചരിത്രമുണ്ട്. മുഖ്യമന്ത്രി രാജിവെച്ച ചരിത്രവും ഉണ്ട്. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് മാസങ്ങളോളം സമരം നടത്തിയ ചരിത്രവും ഉണ്ട്. ഇവൾ അതിനുള്ള പുറപ്പാടാ. അവള് പറഞ്ഞത് കേട്ടില്ലേ? അവള് വരച്ച വരയില്ല മുഖ്യമന്ത്രിയും DGPയും എന്നൊക്കെ. അവളുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ? വളച്ചു കാണും അവള്. തോന്നിവാസം പറഞ്ഞുണ്ടല്ലോ. ഞാൻ ആരാണെന്ന് അറിയാമോ? തോണിക്കര അങ്ങാടിക്കലും പോയി അന്വേഷിക്കണം എന്റെ ചരിത്രം. ഇത് എന്റെ മരുമോന്റെ വീടാ. ഇവിടെ ആര് ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. മുഖ്യമന്ത്രി DGP ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ കൂടാ. ഇത് കൊച്ചപ്പനാ പറയുന്നത്. ഇയാള് കൊച്ചപ്പനല്ലടോ, മാമനാ. 10-20 വർഷം മുമ്പ് കൊണ്ടു കടന്ന് കൂട്ടിക്കൊടുത്തല്ലേ. തോന്നിവാസം പറഞ്ഞുണ്ടല്ലോ. എന്നോട് കളിക്കാൻ ഇയാളാരാ? ഞാൻ കൊച്ചാപ്പനാ. പണ്ടെന്നെ ഇറക്കി വിടാൻ ശ്രമിച്ചതാ. ക്ഷമിക്കത്തില്ല ഞാൻ. ഒന്ന് പോടോ. ഇയാളുടെ 2 വാക്ക് പറഞ്ഞു തന്നെ കാര്യം. ഒരു പൂന്താൻ വന്നേക്കുന്നു. ഒരു മുതലാളി മര്യാദയ്ക്ക് നോടാ പറയുന്നത്. അല്ല പിന്നെ തീറ്റി പണ്ടാരം കേറി ഇറങ്ങി നടക്കുക. ഒന്നിരിക്കുക ഇങ്ങോട്ട്. കണ്ടോടി, അവന്റെ ഒരു നെകളിപ്പ് കണ്ടില്ലേ? ഇവരുടെ നെകളിപ്പ് ഞാൻ ഇപ്പൊ തീർത്തു തരാം. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇതങ്ങ് ഭയങ്കര കൊക്ക പോലാണല്ലോ. അത് അടുക്കളയെ കൊച്ചപ്പ. കൊച്ചപ്പന്റെ സാധനങ്ങളൊക്കെ ആ റൂമിൽ കൊണ്ടുവയ്ക്കും. ഇവിടെ ഒരു കഥ അടഞ്ഞു കിടക്കുന്നല്ലോ. കൊച്ചപ്പൻ അവിടെ കൊണ്ട് ബാഗ് വെക്ക് പ്ലീസ്. ശരി.